എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1765 ദിവസം മലയാളം വിഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം അവന പ്രാർത്ഥന. നന്ദി. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിലും അങ്ങനെ ഒരു പരിപാടി ആഘോഷിക്കേണ്ടതായിട്ടുണ്ട്, ആചരിക്കേണ്ടതായിട്ടുണ്ട്. IFPH അതിന് ഒട്ടും വിമുഖത കാണിക്കുന്നില്ല. നല്ല പ്രമുഖരായ അതിഥികളെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ ഷൈലെ ക്ഷണിക്കുന്നു. താങ്ക് യു ഡോക്ടർ മനോജ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാ ഡോക്ടേഴ്സിനും ഡോക്ടേഴ്സ് ഡേ ആശംസകൾ നേരുന്നു. ഡോക്ടേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രോഗ്രാമിൽ എത്തിയിരിക്കുന്നവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഇന്നത്തെ പ്രത്യേക പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തുന്നത് ഡോക്ടർ TK വിജയകുമാർ സാറാണ്. അദ്ദേഹം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ആൻഡ് കൺട്രോളിംഗ് ഓഫീസറാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ മുഖ്യ അതിഥിയായി എത്തുന്നത് ഡോക്ടർ ബിന്ദു BR ആണ്. ഡോക്ടർ വിദ്യാധിരാജ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ ഓർഗനോൺ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. ഡോക്ടർ ബിന്ദു BRനെയും വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ ആശംസകൾ അർപ്പിക്കുവാനായി എത്തുന്നത് ശ്രീ സലാഹുദ്ദീൻ സാർ. സലാഹുദ്ദീൻ സാറ് ആകാശവാണിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. സാറ് IFPH തുടങ്ങിയ കാലത്ത് തന്നെ വളരെ ആത്മാർത്ഥമായി IFPHനോടൊപ്പം പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ആശംസകൾ അർപ്പിക്കുവാനായി എത്തുന്നത് ശ്രീ പരീത് ബാവാഖാൻ സാറാണ്. അദ്ദേഹം എന്നും നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിൽ അസിസ്റ്റന്റ് കമ്മീഷണറായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിനെയും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മോടൊപ്പം ഇന്ന് ആശംസകൾ അർപ്പിക്കുവാനായി എത്തിയിട്ടുള്ളത് ശ്രീ ദാസ് പാലേരി സാറാണ്. അദ്ദേഹം ഒരു അധ്യാപകനാണ്. കൂടാതെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ അദ്ദേഹത്തിനെയും വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ നന്ദി പറയുവാനായി എത്തുന്നത് ശ്രീ ഷാലു രാജനാണ്. ഷാലു രാജൻ ഒരു ഹോമിയോപ്പതി സ്നേഹിയാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്. അദ്ദേഹത്തിനെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്യുന്ന ഡോക്ടർ മനോജ് GS. ഡോക്ടർ ഇങ്ങനെയുള്ള വിശേഷാൽ പ്രോഗ്രാം എല്ലാം സ്പെഷ്യൽ ആക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറാണ്. അദ്ദേഹത്തിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി എത്തിയിരിക്കുന്ന എല്ലാ ഹോമിയോപ്പതി ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും IFPHന്റെ അണിയറ പ്രവർത്തകരെയും എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. താങ്ക് യു. നന്ദി ശൈല ഡോക്ടറെ. അപ്പോൾ ഇനി ഉദ്ഘാടന ചടങ്ങാണ്. തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളാണ്, കൺട്രോളിംഗ് ഓഫീസറാണ്. സർവോപരി ഒരു നല്ല ഹൃദയമുള്ള മനുഷ്യൻ കൂടിയാണ്. അതാണ് പ്രത്യേകത. വിജയൻ സാറിന്റെ പ്രത്യേകത അതാണ്. സർവീസിൽ കയറിയ കാലത്തെ എനിക്കറിയാം. അന്നൊന്നും അദ്ദേഹത്തിന് യാതൊരു വ്യത്യാസവും. ഹോമിയോപ്പതിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും അത് തന്നെയാണ്. അതായത് മെർക്കൂറിയൽ പേഴ്സണാലിറ്റീസിന് ഹോമിയോപ്പതി പറ്റിയാലാണത്. അത് ചാഞ്ചാട്ടം ഉണ്ടാവുന്നവർക്ക്. പക്ഷെ വിജയൻ സാറ് വളരെ സ്റ്റേബിൾ ക്യാരക്ടറിന്റെ ആളാണ്. വിജയൻ സാറിനെ ആദരപൂർവ്വം ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിനാണ് ക്ഷണിക്കുന്നത്. സാർ പ്ലീസ് അൺമ്യൂട്ട് ചെയ്യണേ. സാർ മ്യൂട്ടാണേ, അൺമ്യൂട്ട് ചെയ്യണേ. താങ്ക് യു ഡോക്ടർ മനോജ്. ശരിക്കും പറഞ്ഞാൽ 1761 എന്നൊക്കെ കേൾക്കുമ്പോൾ അത്രയും ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോഗ്രാം കൊണ്ടുപോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ മനസ്സിനകത്ത് അതിൻ്റെ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യം എന്തും പറയുന്നതിന് മുമ്പ് അത് തന്നെ അങ്ങ് പറയാമെന്ന് വെച്ച്. സ്നേഹമുള്ള ഹോമിയോപ്പതി ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി സ്നേഹിതരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ശരിക്കും ഹോമിയോപ്പതി ഈ ചികിത്സാ രീതികളിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ നമ്മുടെ രാജ്യത്തും മറ്റ് പുറം രാജ്യങ്ങളിലും എല്ലാം തന്നെ നമുക്ക് അറിയപ്പെടുന്ന ഡോക്ടർമാരും
നമ്മളുടെ കൂടെ പഠിച്ചവരും നമ്മൾ പഠിപ്പിച്ചവരുമായിട്ടുള്ള അനേകം ആൾക്കാർ വളരെ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുകയും അത് ഹോമിയോപ്പതിയുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ ശ്ലാഘനീയമാണ്. എല്ലാവരെയും ആ രീതിയിലേക്ക് അത്തരം പ്രവർത്തനം ചെയ്യുന്നവരെയും ഇനി പ്രാക്ടീസ് ചെയ്യുന്നവരെയും എല്ലാവരെയും വളരെ ഹൃദയമുഖമായി അനുമോദിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഈ ഒരു പ്രോഗ്രാമിന് ഒരു ഉദ്ഘാടനം ഒരു 1765 എപ്പിസോഡിന് മുമ്പ് കഴിഞ്ഞതാണ്. ഇപ്പൊ ഇന്നത്തെ ഈ ഉദ്ഘാടനം എന്ന് പറയുന്നത് അത് ഒരു ഔപചാരികത മാത്രമാണ്. കാരണം വെച്ചാൽ ഇത്രയും ഒരു 10 എണ്ണം ഒക്കെ കൊണ്ടുപോകാം. ഒരു 10 എണ്ണം ഒക്കെ ചിലപ്പം വളരെ മസിൽ പിടിച്ച് കൊണ്ടുപോകാം. പോട്ടെ, കുറച്ചുകൂടെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 100 എണ്ണം എത്തിക്കാം. 1000 എന്നൊക്കെ പറഞ്ഞത് അത് ചിന്തനീയമല്ല. 1765 എന്ന് പറയുമ്പോൾ അത് ചിന്തനീയമല്ല, പ്രാവർത്തികമാക്കി എന്നുള്ളത് ഇതിന്റെ സംഘാടകരുടെ ഒരു, ശരിക്കും പറഞ്ഞാൽ അതൊരു കഴിവാണ്. അത്തരം കഴിവുള്ളവർ തന്നെയാണ് ഹോമിയോപ്പതിക്ക് ആവശ്യവും. അതുകൊണ്ട് തന്നെയാണ് ഇനി 1500 ഇത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോട്ടെ. മുഴുവൻ ഹോമിയോപ്പതിക്കാരും ഈ പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് ചിലപ്പോ ഈ ഹോമിയോപ്പതിയെ അഭ്യുദയകാംക്ഷികളും നമുക്ക് കൂടുതൽ അറിവ് പകർന്നു തരേണ്ട ആൾക്കാരും, അങ്ങനെ ഇത് ഒരു എൻഡ്ലെസ് പ്രോസസ്സായിട്ട് അതങ്ങനെ പോകട്ടെ, നാൾക്ക് നാൾ അത് ഉണരട്ടെ, മുന്നോട്ട് പോകട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുന്നു. ഇതിന് വേണ്ടി ശ്രമിക്കുന്ന ഈ സംഘാടകരെ അങ്ങേയറ്റം അനുമോദിക്കുന്നു. ഔപചാരികമായി എല്ലാവരുടെ അനുവാദത്തോടെ അത് ഉദ്ഘാടനം ചെയ്യുന്നത് അറിയിക്കുന്നു. പിന്നെ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ ഹോമിയോപ്പതിയുടെ ഉദ്ഘാടന സമയത്തും അത് പറയേണ്ടി വരുന്നുണ്ട്. അതും ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് ഹോമിയോപ്പതിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു സയന്റിസ്റ്റോട് സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഉണ്ട്, ഓക്കെ, എഗ്രീഡ്, ഇൻഫറൻസും ഉണ്ട്. പക്ഷെ എന്ത് മെത്തേഡിലാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. അത് നിങ്ങളുടെ ഇപ്പൊ സയൻസ് എപ്പോഴും എടുത്ത് നോക്കുകയാണെങ്കിൽ കുറെ മെറ്റീരിയൽസ്, അതിൻ്റെ ഒരു മെത്തഡോളജി, മെത്തേഡ്സ്, പിന്നെ അതിന്റെ ഇൻഫറൻസ്. നിങ്ങൾക്ക് മെറ്റീരിയൽസും ഇൻഫറൻസും മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടും ഒരു ഇതോടുകൂടി എനിക്ക് നല്ല പരിചയമുള്ള ഡോക്ടർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയോട് പറയാം, എല്ലാ ഡോക്ടറാണ് അങ്ങനെ പറയണ്ടായി. അപ്പൊ ഒരു പരിധിവരെ നമുക്കതിനകത്ത് പല രീതിയിലും പലർക്കും പലതും പറയാനുണ്ടാകും. പക്ഷെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ഒരു ഡിഫക്റ്റ് തന്നെയായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതൊരു പക്ഷെ 2 രീതിയിലാകാം. നമ്മൾ ഇപ്പൊ പറഞ്ഞു വരുന്ന എല്ലാം ഒരു സെറ്റിന് വേണ്ടി മാത്രം, അതായത് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്തിരിക്കുന്ന സയൻസ് മെത്തഡോളജികളാണ് നിലനിൽക്കുന്നത്. അതിലൂടെ നമ്മൾക്ക് പോകാനുള്ള ഒരു പ്രശ്നം, ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം നമ്മൾ എത്രമാത്രം അതിലേക്ക് അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നതും. അപ്പൊ 2 ഭാഗവും അതിനകത്ത് ഇൻവോൾവ് ആണ്. ഒന്ന് നമ്മളുടെ ഒരു പ്രശ്നമുണ്ട്, ഒന്നാം മെത്തഡോളജിയുടെ പ്രശ്നമുണ്ട്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള വിഷമം കൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഇന്റർനാഷണൽ ഫോറം, അതുപോലെ കുറെ ആൾക്കാർ, കുറെ ഇന്റർനാഷണലി ഉള്ള ആൾക്കാർ തന്നെ ഇപ്പം ഇവിടെയും ഉണ്ട്, ഇതിൽ 1765 പോകുന്നുമുണ്ട്. അപ്പം നോക്കുമ്പോഴും നമ്മൾ ഹോമിയോപ്പതിയെ കുറിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബ്രീഫിങ്ങിന് വേണ്ടി ഹോമിയോപ്പതി നോക്കുമ്പോൾ സീഡോ സയൻസ് എന്ന് കാണുന്നു വിക്കിപീഡിയ തന്നെ. അപ്പോൾ നമുക്ക് ഈ സീഡോ സയൻസ് എന്നുള്ള കാര്യം നമ്മൾ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റണം, അല്ലെ സീഡോ സയൻസിന്റെ ഉപയോഗം എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അത് സീഡോ സയൻസ് എന്ന് പറയേണ്ടി വരുന്നത്, അത് വിക്കിപീഡിയയിൽ എന്തുകൊണ്ട് അങ്ങനെ കാണുന്നു, അതിനിങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷനെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കണം. കാരണം കഴിഞ്ഞ 50 വർഷത്തെ ഹോമിയോപ്പതിയുടെ റിസർച്ചുകൾ ആകെ എടുത്തുകൊണ്ട് ലാൻസെറ്റ് അന്നൊരു പ്രസിദ്ധീകരണം നടത്തിയിരുന്നു. അതിനകത്ത് അത് മെറ്റാ അനാലിസിസ് വഴി നടത്തിയിരുന്നു. അതിനകത്ത് വളരെ പ്രശ്നകരമായ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോഴും അത് നമ്മൾക്ക് പല രീതിയിൽ എതിർക്കാം. നമ്മൾക്ക് ഇപ്പൊ ഹോമിയോപ്പതി സ്നേഹിക്കുന്നവരും ഹോമിയോപ്പതി ഈ ഡോക്ടേഴ്സ് മാത്രമുള്ള ഈ സമൂഹമായതുകൊണ്ട് ആണ് എനിക്കത് ഓപ്പണായിട്ട് പറയേണ്ടി വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം വെച്ചാൽ ഇത്രയും 1765 ഇനി എൻഡ്ലെസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന
അത്രയും എഫർട്ട് എടുക്കുന്ന ഒരു 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 നല്ല ഒരു വിഭാഗത്തിന്, നല്ലൊരു സംഘടനയ്ക്ക് ഇതിന്റെ അത്തരം കാര്യങ്ങളെ കൂടുതലായിട്ട് കാണുവാനും അതിന് എതിരായ പ്രവർത്തനങ്ങൾ, അല്ല അതിനെ ഇല്ലാതാക്കുന്ന, ഇത്തരം വിമർശനങ്ങൾ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ. ഇവിടെ ആശംസകൾ അർപ്പിക്കുന്നതും പ്രഭാഷണം നടത്തുന്ന എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ. ബിന്ദു വിയാറിനെ എനിക്കറിയാം, നല്ല കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഡോക്ടേഴ്സും, എല്ലാ ഹോമിയോപ്പതി ഡോക്ടേഴ്സും വളരെ ശ്ലാഘനീയമായ രീതിയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ ഊഷ്മളമായ സ്നേഹാശംസകൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അർപ്പിക്കുന്നു. നിർത്തട്ടെ. നന്ദി. സാറ് വളരെ പ്രസക്തമായി സംസാരിച്ചു. ഈ പറഞ്ഞ പോലെ രേഖകളും അതിന്റെ മെത്തഡോളജി ആവശ്യമാണ്. വളരെയധികം നല്ല രീതിയിൽ അക്കാര്യത്തിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിന് പ്രധാന കാരണം ഫണ്ട് തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഈ അക്സെപ്റ്റ് ചെയ്യുന്ന റിസർച്ച് വർക്കുകളെന്നും എല്ലാം തന്നെ സ്പോൺസേഡ് പ്രോഗ്രാമുകളാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇപ്പൊ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവശ്യപ്പെട്ടു, നിങ്ങൾ കോവിഡിന്റെ സ്റ്റഡി നടത്തിയ റിപ്പോർട്ട് കൊണ്ടുവരുമെന്ന്. കോടതിയിൽ ഹാജരാക്കിയില്ല, പിന്നെ ഓർഡർ ഉണ്ടെന്ന് ചോദിച്ചതുമില്ല. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളും കൂടി അതിനകത്ത് ആഡ് ചെയ്യണം തീർച്ചയായിട്ടും. ഹോമിയോപ്പതി ധാരാളം വർക്കുകൾ നമുക്കറിയാം. ഇപ്പൊ തന്നെ കെന്റിന്റെ റപ്പർട്ടിയിൽ നിന്നും മർഫി റപ്പർട്ടിലേക്ക് പോയപ്പോഴത്തേക്ക് എന്തുമാത്രം ഡെവലപ്മെന്റ് ഉണ്ടായി. ഇത് എല്ലാം റിസർച്ച് വർക്കല്ലേ, സബ്സ്റ്റാൻഷ്യൽ വർക്കാണ്. മാത്രമല്ല ഈ 100-200 കൊല്ലമായിട്ട് ഓരോ കാലം ആഡ് ചെയ്യപ്പെടുകയാണ്, പറയപ്പെടുന്നില്ല. മറ്റേ അങ്ങനെയല്ല, ഒരറ്റം പിടിക്കും മറുവശം പോകും, പട്ടി വാലിനെ കടിക്കാൻ ശ്രമിക്കും പോലെയാണ് ഒരു വർക്ക് കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഹോമിയോപ്പതി തീർച്ചയായിട്ടും ഡെവലപ്ഡ് ആണ്. സാറ് പറഞ്ഞ പോലെ ഇവിടെ പബ്ലിക്കേഷൻസ് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. ഇഷ്ടംപോലെ പബ്ലിക്കേഷൻസ് ഉണ്ട്, ധാരാളം ഉണ്ട്. പക്ഷെ ശ്രദ്ധയിൽ എത്തുന്നില്ല എന്നുള്ള ഘടക കൂടിയുണ്ട്. എന്നിരുന്നാലും സാറ് പറഞ്ഞ പോലെ IFPHന് അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. 1765 എന്നൊക്കെ പറയുമ്പോൾ മാർത്താണ്ഡവർമ്മ ഭരിച്ചിരുന്ന കാലമൊക്കെ നമുക്ക് ഓർമ്മിക്കേണ്ടി വരും. അത്രയും ഒരു പഴക്കമാണ് അതുള്ളത്. സാറിന് വളരെ നന്ദി. അപ്പൊ നമുക്ക് നമ്മുടെ അതിഥിയിലേക്ക് പോകാം. ഡോക്ടർ ബിന്ദു ബിയാർ. അടുത്ത കാലത്തായിട്ട് ഡോക്ടർ ബിന്ദു ബിയാർ മലേഷ്യയിൽ ഒരു ഇന്റർനാഷണൽ ഇന്റഗ്രേറ്റീവ് ഹെൽത്ത് കെയർ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിരുന്നു. ഇവിടെയുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ധാരാളം ഡോക്ടേഴ്സ് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് നമ്മുടെ ഈ സമൂഹത്തിലേക്ക് എത്തുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞല്ലേ, എണ്ണയും വെള്ളവും പോലെ നിൽക്കുകയാണ്. പത് മാറിയിട്ട് പാലും വെള്ളവും പോലെ തമ്മിൽ വിഭജിക്കാൻ പറ്റാത്തതിലുള്ള ഒരു ഇന്റഗ്രേഷൻ അവിടെ ആവശ്യമാണ്. ഹോമിയോപ്പതി വിദ്യാർത്ഥികളും സമൂഹവും ഹോമിയോപ്പതി ഈ പറഞ്ഞ പോലെ സ്നേഹികളും ഡോക്ടർമാരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട്, ഇപ്പൊ ഹനുമാന്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്, വെൻ ടേക്കൺ ഇൽ യു മേ ബി ട്രീറ്റഡ് ഇൻ ദ സെയിം വേ. അതായത് നമ്മളൊരു രോഗിയെ എങ്ങനെ പരിചരിക്കുന്നോ അത് നാളെ നമുക്ക് കിട്ടും. അളന്ന് കൊടുക്കുന്നത് കൊണ്ട് അളന്ന് കിട്ടും എന്ന് വ്യക്തമായി ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം കൂടി ഹോമിയോപ്പതി ഉണ്ട് തീർച്ചയായിട്ടും. അപ്പൊ എത്തിക്കലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ ബിന്ദു ബിയാർ ഇതിനെക്കുറിച്ച് പറയാൻ വളരെ പ്രാപ്തയാണ്. മലേഷ്യയിൽ പോയിരുന്ന ആ കോൺഫറൻസിനെ കുറിച്ചും, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിൽ ചൈനയിൽ പോയിരുന്നു, ഇന്റഗ്രേറ്റീവ് മെഡിസിനെ കുറിച്ച് നല്ലൊരു പ്രസംഗം നടത്തിയിരുന്നു. ഇത് അടുത്ത ഒരെണ്ണം വരുന്നുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ട് ഇവരെയൊക്കെ കാണാനും കേൾക്കാനും. ഡോക്ടർ ബിന്ദു, സ്വാഗതം. അൺമ്യൂട്ട് ചെയ്യൂ. നന്ദി. അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ. നന്ദി മനോജ് സർ. ശരിക്കും എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ എല്ലാ ആദരണീയരായ ഗുരുക്കന്മാർക്കും പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും മറ്റെല്ലാ ഡോക്ടേഴ്സിനും ഹൃദയം നിറഞ്ഞ ഡോക്ടേഴ്സ് ഡേ ആശംസിക്കുന്നു. ശരിക്കും വിജയൻ സാറ് പറഞ്ഞത് ഒരു തുടക്കമായി. കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും അതാണ്. ഇന്ന് ഈ ഡോക്ടേഴ്സ് ഡേക്ക് നമ്മൾ ആലോചിക്കേണ്ടത് 1996, അതായത് 1796 ഹോമിയോപ്പതി ജനിച്ചു. അത് കഴിഞ്ഞ് ആ ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾസിന് ഇന്ന് എന്ത് റെലവൻസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ക്രിറ്റിസിസം വരുമ്പോൾ നമ്മളും അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. നമ്മളൊന്ന് തിരിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല ആ ക്രിറ്റിസിസത്തിന് വാല്യൂ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അതിന് കുറച്ച് സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് പറഞ്ഞതിന് ശേഷം ഞാൻ കോൺഫറൻസിലേക്കും മലേഷ്യൻ കോൺഫറൻസിലേക്കും ഒക്കെ പോകാം. ശരിക്കും 1796 ഹോമിയോപ്പതി ജനിച്ചു. 1977 ശരിക്കും ജോർജ് എംഗ്ലർ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ്, പുള്ളിയുടെ ഒരു മോഡലുണ്ട്, ബയോ സൈക്കോ സോഷ്യൽ മോഡൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയല്ലേ ഹനുമാൻ ഫിഫ്ത്ത് അഫോറിസത്തിൽ ഫണ്ടമെന്റൽ കോസിനുള്ള ഇത് പറഞ്ഞത്. കാര്യം നമുക്ക് അസുഖം വരാനുള്ള ഫണ്ടമെന്റൽ കോസ് എന്ന് പറയുന്നത് ഒരാളുടെ എൻവയൺമെന്റൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എല്ലാം കൂടി ചേർന്നതാണെന്ന് അന്ന് ഹനുമാൻ എത്രയോ 100-200 വർഷങ്ങൾക്ക് മുമ്പ് ഹനുമാൻ പറഞ്ഞത് ഈ 20ാമത്തെ സെഞ്ചുറിയിൽ
ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ മോഡൽ എല്ലാം എടുത്തു നോക്കിയാൽ അതുപോലെ തന്നെയാണ് ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജിസ്റ്റ് ആയ കാൾ റോഗേഴ്സ്, അതുപോലെ പിന്നെ നമ്മുടെ ഓസ്ലർ, പിന്നെ ആരൺ ബെക്ക്. നമുക്കറിയാം കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് ഏരിയാസിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഒരു പേഴ്സൺ സെന്റേർഡ് തെറാപ്പീസ് ആയിട്ടാണ് വരുന്നത്. ഇത് തന്നെയല്ലേ വർഷങ്ങൾക്ക് മുമ്പ് ഹനുമാൻ ഹോമിയോപ്പതി കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പം അതുപോലെ തന്നെയാണ് മോഡേൺ മെഡിസിൻ പറയുന്ന പ്രിസിഷൻ മെഡിസിൻ, ഇൻഡിവിജ്വലൈസ്ഡ് പ്രിസിഷൻ മെഡിസിൻ. അവിടെയും തിരിഞ്ഞു വരുന്നത് നമ്മുടെ ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾസിലേക്കല്ലേ. അപ്പോഴൊക്കെ ശരിക്കും ഇതെല്ലാം നമ്മുടെ പ്രിൻസിപ്പിൾസിനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും ഇതൊന്നും തർക്കിക്കാൻ വരുന്നവരോടോ അല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ റിലവൻസ് എന്താണ് ഇന്നത്തെ കാലത്ത് എന്ന് ചോദിക്കാൻ, പഴയ പ്രിൻസിപ്പിൾസിൽ തന്നെയല്ലേ എപ്പോഴും നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തിരിച്ചു പറയാൻ പറ്റുന്നില്ല. സാറ് പറഞ്ഞതുപോലെ കുറച്ചും കൂടി സയന്റിഫിക് വേയിൽ അതിനുള്ള എക്സ്പ്ലനേഷൻ വേണം. അപ്പൊ അതിന് ഒരു എക്സാമ്പിൾ ആണ് ഞാനിപ്പം പറയുന്നത്. എൻ്റെ മലേഷ്യയിൽ ഞാൻ പോയ സമയത്ത് ഞാൻ പ്രസന്റ് ചെയ്ത പേപ്പർ എന്ന് പറയുന്നത് ഓട്ടിസം 24 കേസസ് വെച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അത് ശരിക്കും ഞാൻ മെഡിസിൻ കൊടുത്തു, റിസൾട്ട് കിട്ടി. പക്ഷേ വർക്ക് ചെയ്തത് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ബയോമെഡിക്കൽ റിസർച്ചിലെ സയന്റിസ്റ്റുകളാണ്. അപ്പൊ അതാണ് അതിന്റെ റെലവൻസ്. അതായത് അവിടുത്തെ സൈക്കോളജിസ്റ്റുകളും ന്യൂറോ സയന്റിസ്റ്റ് അവരുടെ ടീം വന്നിട്ട് ഈ കുട്ടികളുടെ ബ്ലഡ് കളക്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കാസ്കെയിൽ ഇവാലുവേഷൻ ഒക്കെ അവർ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ 24 കേസിന്റെയും പ്രത്യേകത 5 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള 24 കുട്ടികളുടെ വർക്കാണ് എടുത്തത്. എല്ലാവരെയും കാസ്കെയിൽ ഇവാലുവേഷൻ, ഒരു 6 മാസത്തിന്റെ ഇടയ്ക്കുള്ള കാസ്കെയിൽ ഇവാലുവേഷൻ ആണ് ചെയ്തത്. എല്ലാ കുട്ടികളും തന്നെ എല്ലാ ഏരിയയിലും, അതായത് ഇപ്പം ലാംഗ്വേജിന്റെ കാര്യം, സോഷ്യൽ കമ്മ്യൂണിക്കേഷന്റെ കാര്യമാണെങ്കിൽ ഓരോ മൈന്യൂട്ട് ഫീച്ചേഴ്സിൽ പോലും എല്ലാ 24 കേസിലും ഇംപ്രൂവ്മെന്റ് വന്നു. അതായിരുന്നു അവരുടെ സ്റ്റഡി റിപ്പോർട്ട്. അത് അവരാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വഴി, സയന്റിഫിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വഴി പ്രസന്റ് ചെയ്തത്. അതിനകത്ത് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഇതിനകത്ത് നമ്മുടെ ഇൻഡിവിജ്വലൈസ്ഡ് അപ്രോച്ചാണ്. കാര്യം ഈ 24 കേസിലും 7 കേസിൽ മാത്രമാണ് കാൽക്കറി ഫോസ് എന്ന് പറഞ്ഞ മെഡിസിൻ വന്നത്. ബാക്കി ഡിഫറെന്റ് മെഡിസിൻ, ചിലത് 4 ആയിരിക്കും, 4 കേസ് ആയിരിക്കും, ചിലത് 3 കേസ്, മെഡോറിനം, വെറേട്രം, മാൽബസീന, കാൽക്കറി കബ്, അങ്ങനെ പല മെഡിസിൻസ് ആണ് 24 കേസിലും വന്നിരിക്കുന്നത്. 24 ഡിഫറെന്റ് മെഡിസിൻ ആണെങ്കിൽ, 24 കേസിലും ഡിഫറെന്റ് മെഡിസിൻസ് ആണെങ്കിലും റിസൾട്ട് വന്നതെല്ലാം സെയിം ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ അപ്രോച്ച് കറക്റ്റ് ആണെന്നും അത് സയന്റിഫിക്കലി വാലിഡേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. പക്ഷെ അവിടെ നമ്മൾ ഹോമിയോപ്പതിക്കാർ പറഞ്ഞാൽ അത് ആരും അംഗീകരിച്ചു തരത്തില്ല. ഇവിടെ എന്തുകൊണ്ട് ഇതിന് റിലവൻസ് വന്നു എന്ന് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആയിരുന്നു. കാര്യം ചെയ്തത് ഒരു ഇന്റർ യൂണിവേഴ്സിറ്റി, ശരിക്കും ഇന്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളാണ്. അവരുടെ ടീമാണ് ഇത് വാലുവേറ്റ് ചെയ്ത് പറഞ്ഞത് ഇറ്റ് ഹാസ് ആൻ ഇഫക്റ്റ് എന്നുള്ളത്. അവർ തന്നെ ഇപ്പോൾ ഒരു ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് റിവ്യൂ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ആർട്ടിക്കിൾ. അതുപോലെ തന്നെ ഇവരുടെ ടീമിന്റെ കൂടെ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന പല കേസുകളും നമുക്ക് ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് അറിയാൻ പറ്റുന്നില്ല ഇതിനകത്തുള്ള വേരിയൻസ് ഉണ്ടോ എന്താണ്. നമ്മൾ എല്ലാ കേസ് എടുക്കുന്നു, ട്രീറ്റ്മെന്റ് മരുന്ന് കൊടുക്കുന്നു, മാറുന്നു, അസുഖം വ്യത്യാസം വരുന്നു. അതിനപ്പുറത്തോട്ട് നമുക്ക് ചിന്തിക്കാൻ നമ്മൾ ട്രെയിൻഡ് അല്ല, അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം നോളജ് ഇല്ല, നമുക്ക് എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ടാണ്. ഓരോരുത്തർക്കും ഓരോ ഫീൽഡിലും അതിൻ്റെതായ നോളജ് ഉണ്ടാവും. കാര്യം നമുക്ക് ജെനറ്റിക്സിൽ ഒരിക്കലും ബയോടെക്നോളജി ആൾക്കാരെ പോലെ നമുക്ക് ആ ഒരു വിവരമൊന്നുമില്ല. ഇപ്പൊ അവര് തന്നെ ഒരു സയന്റിഫിക് ഡേറ്റാബേസിൽ ജെനറ്റിക് ഡേറ്റാബേസ് ഉണ്ട്, സിൻവെയർ എന്ന് പറഞ്ഞിട്ടുള്ള. അതില് ഞാൻ നോക്കുന്ന ഒരു കുട്ടിയുടെ വേരിയന്റ്, ഒരു എക്സ്പ്രഷൻ വേരിയന്റ് ഉണ്ടായിരുന്നു. അത് അവർ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു, അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. US ബേസ്ഡ് ഡേറ്റാബേസ് ആണത്. അതിനകത്ത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ ഒരു ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത്രയും അങ്ങനെയുള്ള ഒരു വേരിയന്റ് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയും ആ വേരിയന്റ് ആയിട്ടുള്ള ഒരു ഡിസീസ്, ജെനറ്റിക് ഡിസീസിൽ സിംറ്റംസിന് ചേഞ്ച് വരുന്നു എന്നുള്ള കാര്യം നമ്മൾ സാധാരണ, ഞാനൊരു ഓട്ടിസം കേസ് പോലെ അല്ലെങ്കിൽ ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ പോലെ ഞാൻ അതിനെ ട്രീറ്റ് ചെയ്ത് വിട്ടേനെ. പക്ഷെ ഇവരായതുകൊണ്ട് ഇവർ ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്യുകയും അത് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് അത് വേറൊരു ഡിസീസിന്റെ വേരിയന്റ് ആണെന്നും അതിനകത്ത് പോലും നമ്മുടെ മെഡിസിന് ചേഞ്ച് വരുന്നുണ്ടെന്നും കണ്ടുപിടിക്കാൻ പറ്റിയതും അവരത് ആ സയന്റിഫിക് ഡേറ്റാബേസിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇത് വന്നത് തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ ഒരു ഇന്റഗ്രേറ്റീവ് അപ്രോച്ച്, അത് നമുക്ക്
ഈ ടൈം ഓഫ് ദ അല്ലെങ്കിൽ നീഡ് ഓഫ് ദ അവർ ആണ്. കാര്യം നമ്മൾ കൊളാബറേറ്റീവ് വർക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഒരുപാട് സീനിയർ ഡോക്ടേഴ്സ്, എൻ്റെ ഗുരുക്കന്മാരെല്ലാം തന്നെ നമ്മൾ ഒരുപാട് പേരെ നമ്മൾ കാണുന്നതാണ്. എല്ലാവർക്കും നല്ല നല്ല വണ്ടർഫുൾ റിസൾട്ട്സ് ആണ്. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒന്നാമത് അവർക്ക് ആർക്കും നേരെയില്ല. അവർ അത്രയധികം കേസസ് ആണ് നോക്കുന്നത്. അപ്പൊ യങ് ജനറേഷൻ ആണെങ്കിൽ ഇഷ്ടംപോലെ ഹൗസ് സർജൻസ് പഠിച്ചിറങ്ങുന്നുണ്ട്. ഇവരെല്ലാവരുടെയും ഹെൽപ്പോട് കൂടി വേറൊരു ടീം, അതായത് ഒരു സയന്റിഫിക് ടീം, ബയോകെമിസ്ട്രി അല്ലെങ്കിൽ ഈ ബയോടെക്നോളജി, ഈ വിങ്ങുമായിട്ടൊക്കെ ചേർന്ന് കൊളാബറേറ്റ് ചെയ്ത് ഇതിന്റെ റിസൾട്ട്സ് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് കുറച്ചും കൂടി ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ എല്ലാവരും അതിന് ശ്രമിക്കണം. ഇനിയുള്ള ഒരു ജനറേഷൻ പോലും അതിന് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ശരിക്കും ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾസ് ഒരു കാലത്തും അതിന് സിഗ്നിഫിക്കൻസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾസ് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അത് എങ്ങനെ ഒരു സയന്റിഫിക് വേയിൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് നമുക്ക് ഒരു ഇന്റഗ്രേറ്റീവ് അപ്രോച്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് സാധിക്കും. നമ്മൾ പറയുന്നതിനേക്കാളും അതിനൊരു വാല്യൂ അവർ പറയുമ്പോൾ, മറ്റ് സയന്റിസ്റ്റുകളുടെ വായിൽ നിന്നും വരുമ്പോൾ, അവർ കൊടുക്കുന്ന റിപ്പോർട്ട്സിൽ നിന്നും അവർ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റയിൽ നിന്നും കിട്ടുമ്പോൾ അതിന് കുറച്ചും കൂടി സ്വീകാര്യത കൂടുതലായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എല്ലാവരും ശ്രമിക്കണം. ഇറ്റ്സ് ഹൈ ടൈം നമുക്ക് ഒരുമിച്ച് നിന്ന് ഇനിയുള്ള സമയം ഹോമിയോപ്പതിയുടേതാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റട്ടെ. കുറച്ചും കൂടി സയന്റിഫിക് വേയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു, മലേഷ്യൻ കോൺഫറൻസിൽ പോയപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും ചൈനീസ് മെഡിസിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു, ആയുർവേദ ടീം ഉണ്ടായിരുന്നു, അക്യുപങ്ക്ചറിൽ നിന്നുണ്ടായിരുന്നു, സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, പേപ്പർ പ്രസന്റേഷനും ഒക്കെ. ശരിക്കും പോസ്റ്റർ പ്രസന്റേഷനിൽ ഫസ്റ്റ് കിട്ടിയത് എൻ്റെ കൂടെ എറണാകുളത്ത് നിന്ന് വന്ന ഡോക്ടർ അനുഷയുടെ, ഹോമിയോപ്പതി ഡോക്ടർ അനുഷയുടെ പോസ്റ്ററിനായിരുന്നു. അനുഷ പോസ്റ്ററിനകത്ത് നന്നായിട്ട് അലോപേഷ്യ, ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് അലോപേഷ്യയും അതിനകത്തുള്ള റിസൾട്ട്സും വിത്ത് ഫോട്ടോസ് ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണിച്ചിരുന്നു. അതിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഒരുപാട് അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. ശരിക്കും അങ്ങനെ പോസ്റ്റേഴ്സിലൂടെയാണെങ്കിലും നമ്മുടെ പ്രസന്റേഷൻസിലൂടെയും, ഇപ്പം എൻ്റെ പ്രസന്റേഷൻ കഴിഞ്ഞപ്പോഴും പലരും പേഴ്സണലി അപ്രോച്ച് ചെയ്ത് നന്നായിരുന്നു, ഇതെങ്ങനെയാണ് കൊളാബറേറ്റ് ചെയ്യണത് എന്നുള്ള രീതി കൂടുതൽ ചോദിക്കുകയൊക്കെ ചെയ്തു. ഒത്തിരി സന്തോഷം ഉണ്ടായ ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ നമുക്കൊരു ടീമായിട്ട് ഇത് എല്ലാവർക്കും ചേർന്ന് കുറച്ചും കൂടി ഹോമിയോപ്പതി ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. അതിന് കഴിയുമെന്ന വിശ്വാസത്തോടുകൂടി ഒന്നുകൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഡോക്ടേഴ്സ് ഡേ ആശംസിക്കുന്നു. വളരെ നന്ദി ഡോക്ടറെ. ഇപ്പൊ ഇതിനകത്ത് ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ബിന്ദു ഈ ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ വിദ്യാഭ്യാസം, നല്ലൊരു കോളേജ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ, അത് വളരെ പ്രധാനമാണ്, ഒരു മൈൽ സ്റ്റോൺ ആണ്. പക്ഷെ നമുക്കൊരു പ്രോബ്ലം പറ്റിയത്, ഡിഗ്രി കോഴ്സ് തുടങ്ങി 16 വർഷം കഴിഞ്ഞപ്പോഴാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് 34-ാം വർഷമാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി തുടങ്ങാൻ ആലോചിക്കുന്നത്. ഇപ്പൊ എത്ര? 16, 34. അപ്പൊ എത്ര ജനറേഷൻ അവസരം പോയെന്നുള്ളതാണ്. ഇപ്പൊ എവിടെയാ പ്രശ്നം? ഇപ്പൊ നമ്മൾ തന്നെ IFPH ഈ DM-ന്റെ സിലബസിനെ കുറിച്ച് ചർച്ച വെച്ചിരുന്നു. നമ്മൾ നല്ല രീതിയിൽ അതിനെ കമ്പോസ് ചെയ്ത് ഫയൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരാനുണ്ട്. ഫെലോഷിപ്പ് കോഴ്സുകൾ അത് ഇത് വന്നിട്ട് നല്ല ബ്രെയിൻ ഹോമിയോപ്പതിയിൽ വരുന്നുണ്ട്. എൻട്രൻസ് എഴുതുന്ന കുട്ടികളാണ്, ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ അവരോട് ഉത്തരവാദിത്തം കാണിക്കേണ്ടത് ആരാണ്? അവരല്ല, നമ്മളാണ്. അവിടെയാണ് ഒരു മിസ്റ്റേക്ക് വന്നത്. ഇനിയെങ്കിലും അതിന്റെ പശ്ചാത്താപം എന്ന നിലയ്ക്കാണ് IFPH വളരെ ശ്രദ്ധാപൂർവം ഓരോരുത്തരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡോക്ടർ അനൂഷ അല്ലേ, അവരെ കൂടെ കഴിയുമെങ്കിൽ ബിന്ദു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യം സെപ്പറേറ്റ് സെന്ററുകളാണ്. ഇപ്പം ശ്രീചിത്ര അവർ അതിനോട് ചേർത്ത് തന്നെ വലിയ ലാബും ടെക്നോളജിയും വൻ ഡെവലപ്മെന്റ് നടത്താൻ കഴിഞ്ഞു, കുതിച്ചുചാട്ടം നടത്താൻ കഴിഞ്ഞു. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വഴിയോരത്ത് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു 50 വർഷം മുമ്പ് ഇത് ഏതാണ്ട് ഒരുപോലായിരുന്നു. ഹോമിയോപ്പതി ഒട്ടും മോശമല്ല, പക്ഷെ അവര് വളർന്നപ്പോൾ നമ്മൾ അവിടെ നിന്നു, ഓടിയില്ല. ലാമയും മുയലിനെ അമിതമായ ആത്മവിശ്വാസം കൊണ്ട് നമ്മൾ അങ്ങനെ ഇരുന്നു, ആമ കയറി പോവുകയും ചെയ്തു, മുയൽ നോക്കുകയും ചെയ്ത കഥയാണ് അവിടെ ഉണ്ടായത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ബിന്ദു ന്യൂറോ ഡെവലപ്മെന്റ് സെന്റർ നല്ലൊരു കാര്യമാണ്, ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഫണ്ടിന്റെയൊക്കെ പ്രശ്നമുണ്ടെന്ന് അറിയാം. അത് ഏതെങ്കിലും വഴിയിൽ നിന്ന് ഫണ്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ റിസർച്ച് വിങ്ങുകൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് വേണം. മീഡിയ റൂം, മീഡിയ സെൽ അത് വേണം.
ഇപ്പം സാധാരണ ഒരു മഞ്ചാടി ഒരു കുട്ടിയുടെ മൂക്കിൽ കുരുങ്ങിയാലും കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ട് അടുത്ത ദിവസം പത്രത്തിൽ വാർത്ത വരും, മഞ്ചാടി കുരു എടുക്കും പറഞ്ഞ് വാർത്ത വരും. അത് കളിയാക്കുകയല്ല, അവർ ആ അത്രയും ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നമ്മൾ അതെല്ലാം ചെയ്യുന്നുണ്ടോ? ചുട്ട കോഴിയെ പറപ്പിച്ചാൽ പോലും ഒന്നും സംഭവിക്കുന്നില്ല. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ എത്ര പേര് പ്രതികരിക്കും? സാറിനൊക്കെ വിഷമമുള്ള കാര്യം പറയാൻ പ്രതികരണം അവിടെ കുറവാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് പോകേണ്ടതുണ്ട്. ഈ പരിപാടിക്ക് ആശംസകൾ നേരാനായിട്ട് ആദരണീയനായ സാറിനെ ആദ്യം ക്ഷണിക്കുകയാണ്. സാർ പ്ലീസ്. സാർ അൺമ്യൂട്ട് ചെയ്യണേ. സാർ അഡീഷണൽ കമ്മീഷണറാണ്. നമ്മുടെ ഷൈല ഡോക്ടർ സാറിനെ ഇതൊരു അസിസ്റ്റന്റ് കമ്മീഷണറാക്കി മാറ്റി. സാർ കേൾക്കാം. കേൾക്കാം സാർ, കേൾക്കാം. ഇതിൽ ഏതാണ്ട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ ഞാൻ നിന്ന് പോയാൽ ക്ഷമിക്കണം. കുഴപ്പമില്ല സാർ, കേൾക്കാം. എല്ലാവർക്കും ഡോക്ടേഴ്സ് ഡേ ആശംസകൾ നേരുകയാണ്. ഇവിടെ സേഠ് സാർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് കണ്ടതിൽ വളരെ സന്തോഷം. നമ്മളിന്ന് 1785 ദിനം ആണ് ഈ ഡോക്ടേഴ്സ് ഡേയിൽ ശരിക്കും ആഘോഷിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഉദ്ഘാടകൻ, അതിനുശേഷം സംസാരിച്ച ഡോക്ടർ ബിന്ദു ഒക്കെ സമഗ്രമായി ഇതിനെക്കുറിച്ച് ഒരു ഒത്തിനോട്ടം നടത്തി എന്നുള്ളതിന് വളരെ സന്തോഷമുണ്ട്. അതിൽ അത്രയൊന്നും എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല. എന്നാൽ പോലും ഒരു നിരീക്ഷകൻ എന്ന മട്ടിലാണ് ഞാൻ ഇതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ വിയോജിപ്പ് വരാനും സാധ്യതയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് സയൻസ് എന്ന് പറയുന്നത് ഒന്നിച്ചു നോക്കിയാൽ എല്ലാ ഹെൽത്ത് സയൻസിനും അതിൻ്റേതായ സ്പേസസ് ഉണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഒരു ഹെൽത്ത് സയൻസിൽ ടോട്ടലായിട്ട് പറയുമ്പോൾ പല ചലഞ്ചസും ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെൽത്ത് സയൻസിലെ ഇൻ്റഗ്രേഷൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആണെങ്കിൽ പോലും ഇന്ന് അത് വെറുതെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ വരികയും ഈ മറ്റുള്ള ഹെൽത്ത് സയൻസിലെ മറ്റ് വിഭാഗങ്ങളെ, അതായത് ഇപ്പം അലോപ്പതി ആണെങ്കിൽ അലോപ്പതിക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് മറ്റുള്ള സയൻസുകളെ, അതായത് വിങ്ങുകളെ കുറ്റപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്നത് ശരിക്കും. ആ സമയത്ത് ഇൻ്റഗ്രേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ആവശ്യം. അതിനുള്ള ഒരു ശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം. പിന്നെ ഇന്നിപ്പം സാങ്കേതിക വിദ്യ, അതായത് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വളരെയധികം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാനായിട്ട് വളരെ എളുപ്പമുണ്ട്. അത് നമ്മൾ ഹോമിയോപ്പതിയിൽ നോക്കിയാൽ പോലും അതിന് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇത് നമ്മുടെ എഫിഷ്യൻസി, അതായത് ട്രീറ്റ്മെൻറ്റ് എഫിഷ്യൻസിയും എഫിക്കസിയും അതേസമയത്ത് കോസ്റ്റ് കുറയ്ക്കാനും വളരെയധികം അതിനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ ചെറുതായിട്ടൊരു പഠനം നടത്തിയതിൽ മനസ്സിലാക്കുന്നത്. നമ്മളതിനെ ഈ റിസർച്ചുമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെയുള്ള റിസർച്ച് AI പോലെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകളെ കൂടുതൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, എല്ലാ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനതയാണ്, ഒരു ചലഞ്ച് തന്നെയാണത്. ഇനിയുള്ളത് നമ്മുടെ ചലഞ്ച് എന്ന് പറയാനായിട്ട് ഈ നമ്മുടെ ഡോക്ടേഴ്സിനുള്ള എഫിഷ്യൻസിയും അവരുടെ അറിവും ശരിക്കും ഹീലിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ പല ചലഞ്ചസ് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നമ്പർ 1 എന്ന് പറയാനായിട്ട് കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ, മരുന്ന് കച്ചവടക്കാരെ, അല്ലെങ്കിൽ മരുന്ന് ഫാർമക്കോളജി അതിൻ്റെ വിഭാഗം, അവരുടെ പ്രഷർ ഒരു ഭാഗത്ത്. അത് ശരിക്കും അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോകാൻ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും പറ്റുന്നില്ല. പക്ഷേ ഡോക്ടർമാർ അതിന് വിഷമതയാകേണ്ടി വരുന്നതായുള്ള ഒരു സംഗതി നമുക്ക് കാണാൻ പറ്റും. അപ്പം അവർക്ക് പഠിച്ച കാര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ചിലപ്പോൾ സാധിക്കാതെ വരുന്നത് ഒരു വലിയ ചലഞ്ചാണ്. അതിനെങ്ങനെയാണ് അതിൻ്റെ പോംവഴി എന്താണെന്നുള്ളതിനെ കുറിച്ചും ശരിക്കും ചർച്ച ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ലെജിസ്ലേഷൻ, അതായത് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ആൻഡ് ലെജിസ്ലേഷൻ. ഇപ്പം നമ്മൾ ഹെൽത്ത് ബില്ലിനൊക്കെ സംബന്ധിച്ചുണ്ടല്ലോ, അതൊരു ചലഞ്ചാണ്. നമ്മൾ ഹെൽത്ത് സയൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രത്യേകിച്ച് ഹോമിയോപ്പതിയെ പോലെയുള്ള പ്രധാനപ്പെട്ട വിങ്ങുകളെ കാര്യമായിട്ട് ബാധിച്ച ഒരു കാര്യമാണ് ഈ ഹെൽത്ത് ബില്ല്
പല പ്രാവശ്യം ചർച്ച ചെയ്തെങ്കിലും ശരിക്കും നമ്മുടെ ഒരു ശരിയായ രീതിയിൽ ഒരു എന്താണ് സ്വാതന്ത്ര്യത്തോടു കൂടി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു വീഗാണ് അതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. പിന്നെ റിസർച്ചിൻ്റെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചാണ്, അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. അതിന് ശക്തിപ്പെടുത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയൊക്കെ പറഞ്ഞാലും ഹോമിയോപ്പതിക്കുള്ള ചില വളരെയധികം സ്ട്രെങ്ത് ഉള്ള ഒരു വിങ്ങാണ് എന്നുള്ളതിന് സംശയമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എഫിക്കസി അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി ഇമ്പാക്റ്റും ഒക്കെ നോക്കുകയാണെങ്കിൽ ഹോമിയോപ്പതി ചികിത്സ അങ്ങേയറ്റത്തേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള അറിവ് IFPH കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതുപോലെ ഇതിൻ്റെ ചികിത്സയിലുള്ള യുണീക്ക്നെസ്, ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് മെൻ്റൽ ആസ്പെക്ട്സ് കണക്കിലെടുത്താണ് ഈ ചികിത്സ. മറ്റ് പല വിങ്ങുകളും പല ചികിത്സാ രീതികളും ഇതല്ല, രോഗത്തിന് ചികിത്സിക്കുകയാണ്. അതായത് രോഗിയെ അല്ല ചികിത്സിക്കുന്നത്, രോഗത്തിന് ചികിത്സിക്കുക എന്നുള്ളൊരു വ്യതിയാനമാണ് കണ്ടുവരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് സയൻസിൽ ടോട്ടലായിട്ട് ഞാൻ പറയുകയാണ്, അതൊരു വല്ലാത്ത ചലഞ്ചാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിൻ്റാണ്, അത് യുണീക്ക്നെസ് ആണ്. അത് ശരിക്കും വെരി ഇഫക്റ്റീവായിട്ട് കണ്ടിട്ടുമുണ്ട്. ഇങ്ങനെ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറയാനുണ്ട്. ഇതെല്ലാം ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുകയും നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ശരിക്കും ഏത് രീതിയിൽ ഫേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് വിദഗ്ധരായ ആൾക്കാർ, നമ്മുടെ ഇടയിലും ധാരാളം വിദഗ്ധരായ ആൾക്കാരുണ്ട്, ശരിക്കും ഇൻവോൾവ് ചെയ്ത് ഇത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട കാലം അതിക്രമിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഈ AI പോലെയുള്ള ടെക്നോളജി അങ്ങ് ഫാസ്റ്റായിട്ട് പോവുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഭയങ്കര ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് നമ്മളും അതിൻ്റെ ഒപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ചികിത്സാ രീതികളെയും ഒന്നുകൂടെ സ്പീഡിലാക്കാനുള്ള സംഗതി ഉണ്ടാകണം. അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ചികിത്സാ രീതികളിൽ കൊണ്ടുപോകാൻ പറ്റിയിരിക്കണം. ഈ മറ്റുള്ള കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റുകളെ ഒക്കെ മാറ്റി നിർത്താൻ ഹോമിയോപ്പതിയെ പോലെയുള്ള നിങ്ങൾക്ക് ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് അഭിമാനപൂർവ്വം സ്മരിക്കാൻ പറ്റുന്ന കാര്യമാണ്. മറ്റുള്ള കാര്യങ്ങളും ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അങ്ങനെ പല ചലഞ്ചസും നമ്മൾ ഫേസ് ചെയ്ത് അതിനെ ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ വരുന്ന പല കാര്യങ്ങളിലും ഈ ചലഞ്ചസിനെയെല്ലാം പ്രത്യേകമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതൊരു പ്രൊഫഷണൽ അപ്രോച്ചോട് കൂടി അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയും, തീർച്ചയായിട്ടും കഴിയും. നമ്മുടെ ഡോക്ടേഴ്സ് പലരും വളരെ ഡെഡിക്കേറ്റഡാണ്. അപ്പം ഡോക്ടർ മനോജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് തന്നെ 3-4 പ്രാവശ്യം ഞാനെങ്ങാനും കയറുകയല്ലേ എന്നൊക്കെ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു ഡെഡിക്കേഷനുള്ള ഒരാൾ ഉള്ളപ്പം എനിക്ക് കയറാതിരിക്കാൻ ഒരിക്കലും പറ്റും. ഞാൻ പറഞ്ഞു മനോജ് ഉള്ളിടത്തോളം കയറാതിരിക്കത്തില്ല. പിന്നെ സാങ്കേതികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒഴിഞ്ഞു പോവുകയുള്ളൂ. തീർച്ചയായിട്ടും വളരെ ഡെഡിക്കേറ്റഡ് ആയുള്ള ഒത്തിരി പേരെടുത്ത് പറഞ്ഞിരുന്നല്ലേ ഉള്ളൂ, പേര് പലരും നമുക്കറിയാൻ പറ്റും. അതാണ് നമ്മളെ ഉദ്ഘാടനം പറഞ്ഞതുപോലെ അവശനി വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണല്ലോ 1285 ദിവസം ഒരു ബ്രേക്കും ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് ചെറിയൊരു കാര്യമില്ല. വിശ്വസിക്കാൻ പലരും മടിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പറയുമ്പോൾ. അത് ഒരു വസ്തുതയായിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ഡെഡിക്കേഷൻ, ടീം വർക്ക്, ഇതിൻ്റെ എല്ലാം അതിൻ്റെ ഒരു ഔട്ട്കമാണ് നമ്മുടെ ഇത് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡോക്ടേഴ്സ് ഡേ ആശംസകൾ നേരുകയാണ്. എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ ആശംസിക്കുന്നു. താങ്ക് യു. നന്ദി സാർ. സാറിന്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളുടെ അനാലിസിസ് അപാരമാണ്, സ്ക്രൂപ്ലെസ് അനാലിസിസ് ആണ്. വളരെ പല ആംഗിളിൽ സാറിന് കാണാൻ കഴിയും. ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിൽ കണക്കൂട്ടി പക്ഷെ നടന്നില്ല. അതായത് 2047 ഇന്ത്യ വികസിത ഭാരതമാകുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ്, ചലഞ്ചസ് പരീക്ഷ സാറിനെ ഏൽപ്പിച്ചിരുന്നു. പക്ഷെ സാറിന് തിരക്കുകാരൻ നടന്നില്ല. ഏതൊക്കെ രീതിയിൽ മെഡിക്കൽ സിസ്റ്റം മാറേണ്ടതെന്ന് ഉള്ളതിനെ കാര്യത്തെക്കുറിച്ച് ചർച്ച വെക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ സമഗ്ര ചികിത്സയെ കുറിച്ച് 3-ാം തീയതി ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ തന്നെ സാറ് അതിന്റെ ചലഞ്ചസിനെ കുറിച്ചും സ്ട്രെങ്ത്തിനെ കുറിച്ചും പറയുകയുണ്ടായി. ഇനി നമുക്ക്
അടുത്ത ഒരു 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 എന്താ പറയാൻ ഒരു മാസ്റ്റർ മൈൻഡാണ് നമ്മുടെ IFBHന്റെ എല്ലാമായ സലാഹുദ്ദീൻ സാറിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. സാറേ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഡോക്ടേഴ്സ് ഡേയുടെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ TK വിജയകുമാർ സാർ, അദ്ദേഹം പ്രിൻസിപ്പൽ ആണ്. അതുപോലെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ ബിന്ദു BR, ആശംസകൾ അറിയിക്കുന്ന ഫരീദ് ബാവഖാൻ സാർ, നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ ദാസ് പലേരി സാർ, ബഹുമാന്യരായ ഡോക്ടർ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈ ഡോക്ടേഴ്സ് ഡേയുടെ ആശംസകൾ. ഒരുപക്ഷെ ഏറ്റവും ലേറ്റായിട്ട് ഈ ആശംസകൾ പറയുന്നത് ഇന്ന് ഈ സമയത്തായിരിക്കും തോന്നും. പകലെല്ലാവരും ആശംസകളൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാവണം. ഇന്ന് ശരിക്കും ഈ ദേശീയ ഡോക്ടേഴ്സ് ദിനം ഇന്ത്യയിൽ ആചരിക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ ബിധാൻ ചന്ദ്ര റോയ് എന്ന മഹത്തായ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറുടെ ജന്മദിനമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മഹോന്നത വ്യക്തി തന്നെ ആയിരുന്നിരിക്കണം. ബംഗാളിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു. 12 വർഷം പുള്ളി ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 50-60 വർഷം മുമ്പ് വരെയും മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സിനെയൊക്കെ ഈ മെഡിക്കൽ എത്തിക്സിന്റെ നമുക്ക് നല്ല ആംഗിൾ കാണാൻ പറ്റുന്ന ഒരു വിഭാഗം ആയിരിക്കും. എൻ്റെ വളരെ ചെറുപ്പത്തിൽ പോലും മോഡേൺ മെഡിസിനിലെ ഡോക്ടേഴ്സൊക്കെ വളരെ നല്ല ഡോക്ടേഴ്സായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ഈ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറി ഗവേഷണങ്ങളൊക്കെ മുതലാളിമാർ ഫണ്ട് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ചികിത്സാ രംഗത്തെ കാര്യങ്ങളൊക്കെ മാറി അങ്ങനവസ്ഥയാണ്. എന്നിരുന്നാൽ പോലും ഇന്നും വളരെ നല്ല മഹത്തായ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഇതര ചികിത്സാ വിഭാഗങ്ങളെ അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്തവരും അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാ ഡോക്ടേഴ്സിനും ആശംസകൾ ആത്മാർത്ഥമായി തന്നെ പറയാൻ കഴിയും. ഞാൻ ഒരു ഒറ്റ പോയിന്റ് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഹോമിയോപ്പതിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ ഒരു മെരിറ്റ് നമ്മൾ മറ്റ് ഏത് സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾസ് വളരെ സ്ട്രോങ് ആണെന്നുള്ളതാണ്. നമ്മളെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞതുപോലെ മെറ്റീരിയലും ഉണ്ട്, ഇൻഫറൻസും ഉണ്ടെന്നുള്ളതാണ്. ഇടയ്ക്കുള്ള മെത്തേഡ് അതിന് യഥാർത്ഥത്തിൽ അത് ഡോക്ടേഴ്സിൻ്റെ ഒരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ ഹോമിയോപ്പതി സിസ്റ്റത്തിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ടോ ഞാൻ കാണുന്നില്ല. കാരണം അത് സയൻസിൻ്റെ ഉത്തരവാദിത്വമാണ്, സയൻറ്റിസ്റ്റിൻ്റെ ജോലിയാണ്. ഹൗ എന്നുള്ളത് നമുക്കറിയാം. സയൻസ് വളർന്നിട്ടുള്ള ലെവൽ തന്നെ നമ്മൾ വെച്ച് നോക്കിയാൽ ഈ അടുത്ത കാലത്ത് ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു ഓർഗൻ കണ്ടുപിടിച്ചതായിട്ട് ഈ അടുത്ത കാലത്ത് നമ്മൾ വാർത്ത കാണും. കുറച്ച് നാൾ മുമ്പ് മറ്റൊരു ഓർഗൻ ശരീരത്തിൽ കണ്ടുപിടിച്ച കാര്യം. നമ്മൾ മോഡേൺ മെഡിസിൻ ഒരുപാട് വളർന്നു, മെഡിക്കൽ സയൻസ് ഒരുപാട് വളർന്നു എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴും വളരെ സീനിയർ ഡോക്ടേഴ്സ് പറയുന്നത് നമ്മൾ മോഡേൺ മെഡിസിൻ ഇപ്പോഴും ശൈശവ അവസ്ഥയിലാണെന്നാണ്. അപ്പം ശൈശവ അവസ്ഥയിലുള്ള മോഡേൺ മെഡിക്കൽ സയൻസിന് ഹോമിയോപ്പതിയുടെ ഹൗ അല്ലെങ്കിൽ ആ മെത്തേഡ് അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇനിയും ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു. AI അതിന് പോരാ എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. കാരണം AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇൻ്റലിജൻസിനെ തന്നെ ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന സ്വയം പ്രോസസ്സ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ഒരു മെഡിസിനും ഒരു ശരീരവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷനെ പഠിക്കണമെങ്കിൽ നമ്മുടെ സയൻസ് ഇനിയും വളർന്നേ മതിയാകൂ. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ഈ വിഷയത്തിൽ ഹോമിയോ ഡോക്ടേഴ്സിനുള്ള അല്ലെങ്കിൽ ഹോമിയോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ടത് മെത്തേഡിനും അതിൻ്റെ റിസൾട്ടിനുമാണ്. അതാണ് ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് തന്നെയാണ്. അതിനെ ഒരു മെത്തേഡ് അറിയില്ല എന്നുള്ളത് വീക്ക്നെസ് ആയിട്ട് കാണാതെ അതിൻ്റെ റിസൾട്ടിൻ്റെ ആ വലിയൊരു പവർ അതിനെ മാക്സിമം പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊരു അസുഖം വന്നാൽ ഞാനിപ്പോഴും ഈ റീസെൻ്റായിട്ട് കുറച്ച് മരുന്ന് കഴിക്കേണ്ടി വന്നു. എനിക്ക് റിസൾട്ടുണ്ട്. ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ റിസൾട്ട് അറിയാൻ കഴിയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അതാണ് പ്രധാനം. അതെങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത് അതൊരു ഗവേഷകൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ
അതിനർത്ഥം ആ മേഖലയിൽ മിണ്ടണ്ട എന്നല്ല. തീർച്ചയായിട്ടും നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ റിസർച്ചുകൾ വേണം. അത് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ മോഡേൺ സയൻസ്, എനിക്ക് തോന്നുന്നു മോഡേൺ സയൻസ് കൈകാര്യം ചെയ്യുന്ന ഏജൻസികളുമായിട്ടുള്ള കൊളാബറേഷനിലൂടെ അത്തരം ഗവേഷണങ്ങൾക്ക് നമ്മൾ മുൻകൈ എടുക്കണം. അതാണ് അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നു. ഏതായാലും ലോകത്തിന് മഹത്തായ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോമിയോപ്പതി, തീർച്ചയായിട്ടും അതിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് മനോജ് സാർ പറഞ്ഞതുപോലെ ഇപ്പോഴും വളരെ ബാക്കിലാണ് എന്നുള്ളത്. ഗ്ലോബലി ഒരു 4% പോപ്പുലേഷൻ മാത്രമേ ഹോമിയോപ്പതിയുടെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. അത് വളരെ കുറവ് തന്നെയാണ്. ആ കുറവിന് ഈ മെത്തേഡ് അറിയില്ല എന്നുള്ളത് ഒരു ന്യൂനതയായി കാണാതെ, ഇതിൻ്റെ മനുഷ്യന് വേണ്ട ആ എലമെന്റ്സ് രണ്ട്, മെത്തേഡ് കൊണ്ട് ഇൻഫറൻസ് കൊണ്ടെന്നുള്ള ആ ഒരു സ്ട്രെങ്തിന് വെച്ചുകൊണ്ട് ഹോമിയോപ്പതിയെ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം. ആ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാ ഡോക്ടേഴ്സും അവരുടെ പങ്ക് വഹിക്കണം. അതിൽ ഇത്തരത്തിൽ മീഡിയകളും അതിന് വലിയ റോളുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്ന പഠനങ്ങൾ അല്ലെങ്കിൽ ചികിത്സകളെ റെക്കോർഡാക്കാനും അതിന് വേണ്ട സമയങ്ങളിൽ പബ്ലിഷ് ചെയ്യാനും ഉള്ള ആത്മാർത്ഥതയോടെ കുറച്ചുകൂടി കാണിക്കണം. എല്ലാവർക്കും കഴിയില്ല, കഴിയുന്നവർ പരമാവധി കാണിക്കണം. അതുപോലെ സംഘടനകൾ, നിരവധി സംഘടനകളുണ്ട്. ഈ സംഘടനകളൊക്കെ ഇത്തരത്തിൽ പേപ്പർ പബ്ലിഷ് ചെയ്യുന്ന ഒരു സ്ഥിരം സംവിധാനത്തിലേക്ക് പോകണം. അത് ഇടയ്ക്കിടയ്ക്ക് അവർ മീഡിയകളിൽ അത് പ്രസൻറ്റ് ചെയ്യുകയും വേണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഹോമിയോപ്പതിക്ക് വേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ലോകത്തിന് ഹോമിയോപ്പതി വളരെ വളരെ ആവശ്യമാണ്. നമുക്കറിയാം, ഒരു കോവിഡ് കൊണ്ട് ലോകത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും പറ്റിച്ചു. ഇനിയും പല വൈറസുകളും ഇറക്കും, പലതും സംഭവിക്കും. അതുകൊണ്ട് അതിനൊക്കെ ഏറ്റവും നല്ല മുൻപന്തിയിൽ നിൽക്കാൻ പറ്റുന്നത് ഹോമിയോപ്പതിയാണ്. ഏതായാലും വൈകിയ വേളയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോമിയോപ്പതി ദേശീയ ആരോഗ്യ ഡോക്ടേഴ്സ് ഡേ ആശംസകൾ അറിയിക്കുന്നു. എന്നെ ഇതിന് ക്ഷണിച്ച ഡോക്ടർ മനോജ് സാറിനും IFPHന്റെ എല്ലാ ടീമിനും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. വളരെ നന്ദി സാർ. സാറിനെ പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ടാണ് തീർച്ചയായിട്ടും ഹോമിയോപ്പതിക്ക് വേണ്ടത്. അപ്പൊ IFPH ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. സാറ് വളരെ ഭംഗിയായിട്ട് സംസാരിച്ചതിൽ പ്രധാനപ്പെട്ട കാര്യം തോന്നിയത് ഈ മെഡിസിനും ശരീരമുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു വാക്ക് സാർ പറയുന്നുണ്ട്. അത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. ഇത് വളരെ പിടിതരാത്തൊരു വിഷയം കൂടെയാണ്. പലപ്പോഴും പറയുന്നുണ്ട് ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. ശരിക്കും ശരീരമാണോ പ്രതികരിക്കുന്നത്? ശരീരമാണോ വെച്ചാൽ അല്ല. അപ്പൊ എന്നാലും പറയുന്ന ആലങ്കാരികമായി പറയുകയും നമ്മൾ സൂര്യൻ കിഴക്കുദിക്കുന്നു പറയും പോലെയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യം സാറ് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഗവേഷകരുടെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അത് വളരെ പ്രധാനമാണ്. കാരണം ഡോക്ടർമാരുടെ മേഖലയും രണ്ടാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ അലോപ്പതിയെ സംബന്ധിച്ചോളം ഗവേഷകർ അവരുടെ വഴിക്കാണ് പോകുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് ഡോക്ടർമാരുടെ അവരെ മിടുക്കായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഫണ്ടിങ്ങിന്റെ പ്രശ്നമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു മെത്തഡോളജിയുടെ ഒരു മെക്കാനിസം ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് കൃഷ്ണദാസ് സാറിലേക്ക് പോവാം. സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ കൃഷ്ണദാസ് പലേരി സാർ ഒരു പ്രതിഭയാണ്. സാറിനെ ആദരവ് ക്ഷണിക്കും സാർ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ പ്രത്യേകിച്ച് 1991 മുതലാണെന്ന് തോന്നുന്നു ദേശീയ ഡോക്ടേഴ്സ് ദിനം നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. അപ്പൊ എന്ത് തന്നെ പറഞ്ഞാലും നമ്മൾ ഏത് ഒരു പ്രൊഫഷൻ എടുത്തു നോക്കിയാൽ ഡോക്ടേഴ്സ് ഏറ്റവും മുകളിലായിട്ടാണ് ഞാൻ കാണുന്നത് അധ്യാപനം എന്നതിൽ. കാരണം നല്ല ആരോഗ്യമുള്ള തലമുറ ഇല്ലെങ്കിൽ മറ്റു നമ്മൾക്ക് എന്ത് ഭൗതിക പുരോഗതി ഉണ്ടായിട്ടും കാര്യമില്ല. ഈ ഇത്തരമൊരു അവസരത്തിൽ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, നമ്മുടെ ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു കുടുംബം പോലെയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മികച്ച അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന നല്ല ഒരു സഹൃദയരുടെ ഒരു കൂട്ടായ്മയാണ് IFPH. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ശരിക്കും ഒരു റെക്കോർഡാണ്. പക്ഷെ ആദ്യകാലത്ത് ഇത് ഇപ്പൊ ഗിന്നസ് ബുക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞ മനോജ് സാറിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്താണ് അല്ലെ. പലരും ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ ഒരു ദിവസം കൊണ്ട് തന്നെ ഗിന്നസ് ബുക്കിലൊക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇത്രയും ചെയ്ത് എന്തുകൊണ്ട് അതിലേക്ക് വരാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കണം. എന്താണ് അതിന്റെ ഒരിക്കലും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കാരണം ഇത് ഒരു വലിയ നേട്ടമാണ് അല്ലെ. സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു നേട്ടമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം നേരത്തെ ഇതിന്റെ ഉദ്ഘാടനം തന്നെ പറഞ്ഞ പോലെ നമ്മൾ 10, 100 എന്നുള്ള കണക്ക് പോലല്ല, 1000 എന്ന് പറയുമ്പോൾ തന്നെ അല്ലെ ഒരു വലിയ സംഭവമാണ്. അതിന് മുകളിലേക്ക് പോയിരിക്കും. പിന്നെ ഹോമിയോപ്പതിയെ കുറിച്ച് ഇവിടെ ഇപ്പം ബിന്ദു ഡോക്ടറൊക്കെ നേട്ടങ്ങൾ നമ്മൾ വൈകിട്ട് അറിഞ്ഞത് മനോജ് സാർ പറഞ്ഞു. നമ്മൾ പലപ്പോഴും പല ആളുകളും നമ്മളെ മലയാളികൾ പ്രത്യേകിച്ച് ഹോമിയോ ഡോക്ടർമാർ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ
അതിന് പ്രചരണം വേണ്ട രീതിയിൽ കിട്ടുന്നുണ്ടോ എന്നതിൽ സംശയമാണ്. അപ്പൊ പലപ്പോഴും അത് അല്ലെ ചെറിയ ചില വാർത്തകളിലായിട്ട് ഒതുങ്ങുന്നു എന്നുള്ള സംശയം. ഇക്കാര്യത്തിൽ മനോജ് സാർ പറഞ്ഞ പോലെ മറ്റ് ചില അല്ല ചെറിയ കാര്യങ്ങൾ പോലും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു. പക്ഷെ നമ്മുടെ ഈ ഹോമിയോപ്പതിയുടെ പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ പല നേട്ടങ്ങളും ആ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നീട് ഇപ്പോഴ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്റഗ്രേറ്റഡ് ചികിത്സ ഇപ്പൊ നമ്മളെ കാസർഗോഡ് മന്തിന് ചികിത്സിക്കുന്നുണ്ട്. കാസർഗോഡ് അപ്പൊ പറ്റുമെങ്കിൽ ഇവിടത്തേക്കൊന്ന് വന്ന് ആ മന്ത് ഗവേഷണ കേന്ദ്രം സന്ദർശിച്ചാൽ അവിടെ ആയുർവേദം, ഹോമിയോപ്പതി, അതുപോലെ മോഡേൺ മെഡിസിൻ ഇത് മൂന്നും വളരെ സൗഹാർദ്ദത്തോടെ പ്രവർത്തിച്ചിട്ട് ഡോക്ടർ നരഹരിയാണ് അതിന്റെ പിന്നെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്നത്. കുറെ കാലം മുമ്പ് തന്നെയാണ്, ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എങ്ങനെയാണ് പിന്നെ ചില പ്രത്യേക പ്രതിസന്ധികളിൽ എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും ഒരുമിക്കേണ്ടതെന്നതിന് ഒരു മാതൃകയാണ്. പല സ്ഥലങ്ങളിലും അങ്ങനെയുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങൾ പിന്നെ നമ്മൾ ചർച്ച ചെയ്യുകയും അതിന്റെ സാധ്യതകൾ അന്വേഷിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. മറ്റൊന്ന് ഈ റിസർച്ചിന്റെ കാര്യം. അപ്പൊ അവിടെ ഇവിടെ നേരത്തെ പലരും പറഞ്ഞതുപോലെ ഈ റിസർച്ച് ആവുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അത്തരമൊരു വിങ്ങിനെ തന്നെ ഈ കാര്യം ഏൽപ്പിക്കണം. ഒരു ശാസ്ത്രീയമായ ഡോക്യുമെന്റേഷൻ, അതുപോലെ നമ്മുടെ നേട്ടങ്ങൾ, റിസർച്ചുകൾ അതൊക്കെ അംഗീകരിക്കപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിൽ വരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഒരു പൊതു തലത്തിലേക്ക് അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളൂ. എന്ന് മാത്രമല്ല നമ്മുടെ കേരളത്തിന്റെ ഒരു ഹോമിയോപ്പതിയുടെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം, അങ്ങനെ ഹോമിയോപ്പതിയുടെ ഒരു വളർച്ച, അപ്പൊ അത് റെക്കോർഡിക്കലായിട്ട് തന്നെ ഒരു പുസ്തക രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. പിന്നെ ഹോമിയോപ്പതി മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് വൈകാരികമായ അല്ലെങ്കിൽ മനസ്സിനെ പരിഗണിക്കുന്ന സാധ്യതകൾ, ഇത് ഇന്ന് ആധുനിക കാലത്ത് പല ഗവേഷകന്മാരും ശരിവെച്ചിട്ടുണ്ട്. മനസ്സിന് ഏറെ പ്രാധാന്യമുണ്ട് ഇതിൽ. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ പരിഗണിക്കുന്ന അല്ലെങ്കിൽ മനസ്സിന്റെ വൈകാരിക തലത്തെ പരിഗണിക്കുന്ന ഒരു ചികിത്സാ രീതി എന്ന നിലയിൽ ഹോമിയോപ്പതിയുടെ സ്ഥാനം എത്രയോ മുകളിലാണ്. ഹോമിയോപ്പതിയെ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഫ്യൂച്ചർ ആയിട്ടാണ് ഞാൻ കാണുന്നത് നാളത്തെ. അത് ഏത് ഘട്ടത്തിലും ഈ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ളത് പ്രായോഗികതലത്തിൽ വിശദീകരിക്കാൻ പ്രയാസമാണ്. പക്ഷെ റിസൾട്ട് പോസിറ്റീവാണ്, അത് നമ്മൾ ആലോചിക്കണം. അപ്പൊ ഇത്തരത്തിലാണ് ഈ ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ ചിലപ്പോൾ പ്രായോഗികമായി തെളിയിക്കുക എന്നത് പ്രയാസകരമായിരിക്കും. പക്ഷെ ഇപ്പോൾ ബയോടെക്നോളജി, അതുപോലെ മറ്റ് ചികിത്സ, നാനോ ടെക്നോളജി, ഇങ്ങനെ സാങ്കേതികത സംവിധാനങ്ങൾ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒരവസരത്തിൽ നമുക്ക് അതിനുള്ള സാധ്യതകൾ പരിശോധിക്കണം. അപ്പൊ ഏതായാലും എല്ലാ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും, എല്ലാ ഡോക്ടർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. നന്ദി സാർ. നമ്മുടെ ആദരണീയനായ ഇസ്മായിൽ സൈഡ് സാർ ഉണ്ട്. സാറിനെ കണ്ടു, പക്ഷെ സാറ് ക്ഷീണമുണ്ട്. എന്നാലും സാറിനെ ക്ഷണിക്കുകയാണ്. സാറേ അൺമ്യൂട്ട് ചെയ്യാമോ സാറേ? ഓക്കെ, സന്തോഷം. എനിക്ക് ചെറിയ അപകടം 6-ാം തീയതി ഉണ്ടായി. ഒന്ന് വീണിട്ട് നട്ടലിലെ D11 വെർട്ടിബ്ര ഫ്രാക്ചറായിട്ട് കിടക്കുക. ഇന്ന് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒന്ന് ഒരുങ്ങിയതാണ്. പക്ഷേ ഡ്രസ്സ് മാറി എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല. ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ പോയി ഇരിക്കാൻ പറ്റില്ലല്ലോ. കൂടുതൽ സമയം കിടക്കലാണ്. അത് കഴിയുന്ന നേരത്തെ ശരിയാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ഒരു ഡേയിൽ നമ്മളെല്ലാം ഒത്തുചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, എല്ലാ ചികിത്സാ രീതികളും മനുഷ്യരാശിക്ക് നന്മ പകരുന്നതാണ്, ഒരു തരത്തിലും മറ്റു തരത്തിൽ. ശരി, പക്ഷെ അതിനകത്ത് അടിസ്ഥാനപരമായ പ്രിൻസിപ്പിൾ ഉൾക്കൊണ്ടിരിക്കുന്നത് ഹോമിയോപ്പതിയാണെന്ന് മാത്രം. ഇപ്പം മറ്റുള്ള ചികിത്സ തെറ്റാണെന്ന് ഞാൻ പറയില്ല, അതും ശരിയാണ്, അതിനകത്ത് ശരിയാണ്. കാരണം കോൺട്രിബർസ് കുറാൻഡർ ശരിയാണല്ലോ, ആ തിയറി ശരിയല്ലേ. നമ്മൾ സിമിലിയോസ് കുറാൻഡർ എന്ന് പറയുമ്പോഴും മറ്റൊരു കോൺട്രായി പറഞ്ഞു വേണം. ഐസോപ്പതിക്ക് വേറെ ട്രീറ്റ്മെൻറ്റാണ്, വേറെ ഒരു മെത്തേഡാണ്. അപ്പം അങ്ങനെ എല്ലാ ചികിത്സാ രീതിയും മനുഷ്യൻ്റെ ഉതകുന്ന രീതിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും മനുഷ്യന്റെ ശരീരത്തിൽ കണികൾക്ക്, കോശങ്ങൾക്ക് വലിയധികം തട്ടലും മുട്ടലും ഇല്ലാത്ത രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു പ്രിൻസിപ്പിളിന് അടിസ്ഥാനമായ പ്രകൃതിദത്തമായ ഒരു ചികിത്സാ രീതി ഹോമിയോപ്പതി മാത്രമാണ്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഹോമിയോപ്പതി ഏറ്റവും കൂടുതലാണെന്നും ഒന്നും മറ്റേതൊക്കെ തെറ്റാണെന്ന് ഞാൻ പറയാൻ ആളല്ല. കാരണം എല്ലാം ശരിയായിട്ടുള്ള ഒരുപാടുണ്ട്. നമ്മൾ ഇനിയും വളരേണ്ടിയിരിക്കുന്നത്. നമ്മൾ 220 വർഷങ്ങളായി മാത്രമായിട്ടുള്ളൂ. അലോപ്പതി സംബന്ധിച്ചോളം BC വരെ തുടങ്ങിയതാണ് കഴിയണം. BC വരെ ഉള്ളതാണ്. മോഡേൺ സയൻസ് വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ.
ഈ മോഡേൺ സിസ്റ്റം പറയുന്നതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം മോഡേൺ ഒരു സിസ്റ്റം മോഡേൺ അല്ല, എല്ലാ സിസ്റ്റം പ്രാകൃത മോഡേൺ. ഇനി മോഡേൺ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളും അവരും എല്ലാവരും. അതിന് സത്യം ഇല്ല. മോഡേൺ സിസ്റ്റം ഒരു ശാസ്ത്രം പറയും, മറ്റുള്ളവരൊക്കെ തെറ്റാന്ന് പറയുന്നത് ശരിയും തെറ്റല്ല. അങ്ങനെ പറയുന്നവരോട് എനിക്ക് പുച്ഛമാണ്. ശരി, ഞാൻ ഏതായാലും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മളെ ഈ വേദിയിൽ സ്ഥാപിക്കാൻ വേണ്ടി ഏറ്റവും മുതലുള്ള ഒരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് പറഞ്ഞു വരാം. സലാഹുദ്ദീൻ വന്നു ഇന്ന് വേദിയിൽ സംസാരിച്ചു. മറ്റുള്ളവരെല്ലാം സംസാരിച്ചു. പത്രത്തിൽ നല്ലതായിട്ട് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ഇനി ഉയർച്ചയിലേക്ക് പറന്ന് പോകേണ്ടിയിരിക്കും. നമുക്ക് പറന്നങ്ങൾ പൊയ്ക്കളയാൻ പാടില്ല, പറന്ന് നിൽക്കണം അവിടെ. അതാണ് ഇപ്പോൾ ധർമ്മം. പറന്നിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റൂല, നമുക്ക് അവിടെ കാണത്തില്ല. പറന്ന് ഒരു ഉപരിതലത്തിൽ നിൽക്കണം. അപ്പോഴും മാത്രമുള്ളൂ എല്ലാത്തിനും മുകളിൽ നിൽക്കാൻ പറ്റുള്ളൂ. അത് ഹോമിയോപ്പതി ഡോക്ടർമാരെല്ലാവരും ശ്രമിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പ്രിൻസിപ്പിളിന് വിധേയമായിട്ട് ഇപ്പം പലരും എൻ്റെ അടുത്ത് ചികിത്സിക്കാൻ വേണ്ടി വരുമ്പോഴേ ഞാൻ ഹോമിയോപ്പതി മരുന്ന് ഡോക്ടറെ കഴിച്ചെന്ന് പറഞ്ഞാണ് വരുന്നത്. നോക്കുമ്പോൾ 10-12 കൂട്ടം മരുന്നുണ്ടാകും. അതിനകത്ത് ഇനിമിക്കലുണ്ട്, കോംപ്ലിമെൻ്ററി ഉണ്ട്, മിനിമം ഉണ്ട്, എല്ലാം ഉണ്ട്. അതെങ്ങനെ ചികിത്സിക്കുക വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷെ അവർ വാദിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഗുണം ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. എങ്ങനെ ഗുണം ഉണ്ടാകും വെച്ചാൽ അതും ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ചികിത്സാ രീതികളും ഗുണം ചെയ്യും മനുഷ്യന്. പക്ഷേ ഗുണം ചെയ്യുന്നിടത്ത് എങ്ങനെയാണ് ദോഷമില്ലാത്ത രീതിയിൽ വരുന്നത്? മനുഷ്യാഴ്ചയ്ക്കും മനുഷ്യന്റെ സെല്ലുകൾക്കും അവന്റെ മനസ്സുകൾക്കും ഒന്നും ദോഷമില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു ചികിത്സ വേണ്ടി നമുക്ക് വേണ്ടത്. അത് ഏറ്റവും കൂടുതലുള്ള ഹോമിയോപ്പതിയാണ്. മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവർക്കും ഡോക്ടേഴ്സ് ഡേയിൽ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും നൽകിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി സാർ. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ സംസാരിക്കാൻ സാറ് തയ്യാറായെന്നുള്ളത് തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഹരിനാമകീർത്തനത്തിന് വരി പറയും, ഒട്ടേറെ തങ്ങളിൽ വിരുദ്ധങ്ങളായവ നാരായണാണ്. അപ്പൊ ഈ പ്രകൃതിയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് യോജിക്കാൻ കഴിയാത്തതും വളരെ വൈരുദ്ധ്യമുള്ള പലതും കാണാൻ കഴിയും. അപ്പൊ എല്ലാം ഉൾക്കൊണ്ടു പോവുക എന്നുള്ളതാണ്. എന്നിരുന്നാലും സാറ് പറഞ്ഞാൽ ഹോമിയോപ്പതിക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ വേറെ കാര്യം, മോഡേൺ എന്നൊരു വാക്ക് ശരിക്കും അതൊരു എന്ത് പറയാൻ അർത്ഥമില്ലാത്ത വാക്കാണ്. കാരണം 1960കളിൽ മോഡേൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ ഇന്നത്തെ പിള്ളേരുണ്ടെ ചിരിക്കും. ഇപ്പൊ നമ്മൾ ഈ മോഡേൺ എന്ന് പറയുന്ന ആണ്ട് കാലത്ത് ഉണ്ട്, അവര് ചിലപ്പോൾ പോവും, കുറെ അപ്പുറത്തേക്ക് പോകും. അപ്പൊ ഇത് വെറും ഒരു റിലേറ്റീവ് ടേമാണ് ഈ മോഡേൺ എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും അവരെടുക്കുന്ന എഫർട്ട്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു ഹാർട്ട് സർജൻ, അദ്ദേഹം ആശുപത്രിയിൽ പോകുന്നതിന് നേരെ മദ്രാസ് IIT-യിലാണ് പോയിട്ട് ഹാർട്ടിന്റെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കിയിട്ട് ഈ ട്രീറ്റ്മെന്റ് അതിനകത്ത് അഡോപ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ അവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപക്ഷെ രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞ പോലെ ഈശ്വരൻ ചിരിക്കുന്ന 2 അവസരങ്ങളുണ്ട്. ഒന്ന് സഹോദരങ്ങൾ തമ്മിൽ വസ്തുവിന് വേണ്ടി വഴക്കിടുമ്പോഴും, രണ്ടാമതൊരു വൈദ്യൻ ഞാനൊരു രോഗിയെ ഭേദപ്പെടുത്തി എന്ന് പറയുമ്പോൾ ദൈവം ചിരിക്കും എന്ന് പറയും. അപ്പൊ നമുക്ക് അതുകൊണ്ടായിരിക്കും നമ്മൾ വലിയ വലിയ അവകാശവാദങ്ങൾക്കൊന്നും പോകാറില്ല എന്നെനിക്ക് തോന്നുന്നു. ഷഫീഖ് ഡോക്ടറെ, ശബ്ദമില്ലാത്ത ശബ്ദമാണ് ഷഫീഖ് ഡോക്ടർ. ഡോക്ടർ പറഞ്ഞിട്ട് നമുക്ക് നന്ദി പറഞ്ഞേക്ക്. ഇപ്പൊ ഡോക്ടർ ഷഫീഖ് ഷഫീഖ് ഡോക്ടറെ കേൾക്കാവോ? കേൾക്കണം. ഡോക്ടേഴ്സ് ഡേയില് നമുക്ക് ഡോക്ടേഴ്സിന് പറയാനുള്ളത് എന്താണെന്നുള്ളത് അതിനേക്കാൾ ഉപരി അതിന്റെ സുഖം അനുഭവിക്കുന്ന ആൾക്കാർ പറയുന്നതായിരിക്കും കേൾക്കാൻ കൂടുതൽ സന്തോഷകരം. അതിപ്പോ നമ്മൾ കേട്ടു. കാരണം ഹോമിയോ ലവേഴ്സായ ഫരീദ് വാക്കാൻ സാറും കൃഷ്ണദാസ് സാറും സലാഹുദ്ദീൻ സാറൊക്കെ പറയുന്നത് കേട്ടു. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ നമുക്കുള്ള ആദരം എന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്താണെങ്കിലും സ്നേഹം ഉള്ള ഡോക്ടർമാർ കൂടുതലുള്ളത് ഹോമിയോപ്പതിയിൽ എന്നാണ് പൊതുവെ ജനങ്ങൾ പറയുന്നത്. അത് തന്നെ നമുക്കുള്ള ഒരു ക്രെഡിറ്റ് ആണ്. അതിൽ നമുക്ക് വളരെ സന്തോഷിക്കാം. കാരണം പല രോഗികളും എന്ന് പറയാറുണ്ട്, ഡോക്ടറെ അവിടെ ചെന്നപ്പം ഡോക്ടറുടെ പെരുമാറ്റം വളരെ മോശം. എന്നാൽ ഹോമിയോ ഡോക്ടർമാരുടെ പെരുമാറ്റം മോശമെന്ന് പറയുന്നത് കേൾക്കുന്നത് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ ക്വാളിറ്റിയുള്ള ഡോക്ടർമാർ ഹോമിയോപ്പതി ഡോക്ടർമാർ തന്നെയാണ്. അക്കാര്യത്തിൽ നമുക്കെല്ലാം സന്തോഷിക്കാം. എന്താണെങ്കിലും ഈ നല്ലൊരു അവസരത്തിൽ എല്ലാ വിധ ആശംസകളും ഡോക്ടേഴ്സ് ഡേക്ക് ഡോക്ടേഴ്സിനാണ് ആശംസ പറയേണ്ടതെങ്കിലും അതിനേക്കാൾ ഉപരി പൊതുജനങ്ങൾ നമുക്ക് പറയുന്ന ആശംസകളാണ് ഏറ്റവും വലുത് എന്നുള്ളത് ഒന്നുകൂടി
ആവർത്തിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. പേശലമില്ലൊരു വസ്തുവുമില്ലെങ്കിൽ പ്രേക്ഷിപ്പമില്ലെന്നാണ്. അപ്പൊ കാണുന്നവരും തീർച്ചയായിട്ടും വേണം. അവരുണ്ടെങ്കിലേ സൗന്ദര്യം ഉണ്ടാവുള്ളൂ, ഈ പറഞ്ഞ പോലെ ഡോക്ടർ ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രമുഖരായ 3 വ്യക്തികളെ, സലാഹുദ്ദീൻ സാറിനെയും പരീത് സാറിനെയും കൃഷ്ണദാസ് സാറിനെയും ഇതിലേക്കായിട്ട് നിയോഗിച്ചത്. കാരണം ഇതിനകത്ത് വേറെ ഡോക്ടർമാരാരില്ല. അവരാണ് ശരിക്കും പറയേണ്ടത്. കാരണം എന്താണ്, വോട്ട് ചെയ്യേണ്ടത് അല്ലെ വിലയിരുത്തേണ്ടത് അനുഭവിക്കുന്നവരാണ്, അത് ചെയ്യുന്നവരല്ല. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഇവരെല്ലാം തന്നെ നല്ലൊരു അനാലിറ്റിക്കൽ മൈൻഡുള്ള ആൾ കൂടെയാണ്. അപ്പൊ സലാഹുദ്ദീൻ പരീത് സാറിനെ ഒരിക്കലും ഓർമ്മിക്കുകയാണ്, 2042 കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അധികം വൈകാതെ സാറ് തയ്യാറാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഷാലു രാജനെ ഈ പരിപാടിയുടെ കൺക്ലൂഷനും നന്ദി പറയാനായിട്ട് ക്ഷണിക്കുന്നു. ഷാലു. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ ഡോക്ടേഴ്സ് ഡേ സെലിബ്രേഷന്റെ പരിസമാപ്തിയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇവിടെ കടന്നു വന്നിട്ടുള്ള ഓരോ വ്യക്തികൾക്കും നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നത് ഇന്ന് ഈ യോഗത്തിന് സ്വാഗതം അരുളിയ ഡോക്ടർ ഷൈല മാഡത്തോടാണ്. അപ്പോൾ മാഡം നമ്മുടെ IFPHന്റെ ഒരു സഹയാത്രിക കൂടിയാണ്. മാഡത്തിന് IFPHന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഡോക്ടർ TK വിജയൻ സാറാണ്. അദ്ദേഹം നമുക്ക് നൽകിയ വാക്കുകൾ, അതായത് ഹോമിയോപ്പതിയെ മറ്റു വൈദ്യശാസ്ത്രങ്ങളെ പോലെ മുൻധാരയിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെ പറ്റി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ TK വിജയൻ സാറിന് IFPHന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് മുഖ്യാതിഥിയായിട്ട് ഈ ഒരു യോഗത്തിലേക്ക് കടന്നു വന്ന ഡോക്ടർ ബിന്ദു മാഡത്തിന്റെ ഹോമിയോപ്പതിയിലുള്ള അനുഭവങ്ങളും നമ്മളോടത് ഷെയർ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം ആളുകളിലേക്ക് ഹോമിയോപ്പതിയുടെ നേട്ടങ്ങൾ കൊണ്ടു ചെല്ലുവാൻ കഴിയുന്നു എന്നുള്ളതിനെ പറ്റിയും മാഡം സംസാരിക്കുകയുണ്ടായി. എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് കടന്നു വന്ന ഡോക്ടർ ബിന്ദു മാഡത്തോടുള്ള നന്ദിയും സ്നേഹവും IFPHന്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ആശംസകൾ അർപ്പിച്ച നമുക്ക് എത്രയും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ IFPHന്റെ പ്രസിഡന്റ് ഇസ്മായിൽ സൈഡ് സാർ, അതുപോലെ തന്നെ ഡോക്ടർ ഷെഫി, അതുപോലെ തന്നെ ശ്രീ പരീത് ബാബ ഖാൻ സാർ, അതുപോലെ ശ്രീ സലാഹുദ്ദീൻ സാർ, അതുപോലെ തന്നെ ശ്രീ കൃഷ്ണദാസ് സാർ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും IFPHന്റെ പേരിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന ഓരോ യോഗങ്ങളും ഇത്രയും വിജയകരമാക്കുവാൻ വേണ്ടിയിട്ട് ഇതിന് പിറകിൽ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരാണ്. എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ മനോജ് ഡോക്ടറും അതുപോലെ ഡനേഷ് ഡോക്ടറും. എന്തായാലും ഇന്നത്തെ യോഗം മോഡറേറ്റ് ചെയ്ത നമ്മുടെ മനോജ് ഡോക്ടറോടും അതുപോലെ ഡനേഷ് ഡോക്ടറോടുമുള്ള നന്ദിയും സ്നേഹവും IFPHന്റെ പേരിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ IFPHന്റെ ഭാരവാഹികളായിട്ടുള്ള ഓരോരുത്തർക്കും അതുപോലെ ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കുമുള്ള നന്ദിയും സ്നേഹവും IFPHന്റെ പേരിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി 3-ാം തീയതി നമ്മുടെ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്, സമഗ്ര ചികിത്സ എന്നാണ്. അതിൽ പങ്കെടുക്കുന്നത് ഒന്ന് ഡോക്ടർ അജയകുമാർ, കാർഡിയോളജിസ്റ്റ് ആണ്, വിദ്യാരാധ്യ കോളേജിലെ മാനേജറാണ്. ഡോക്ടർ ഷർമദ് ഖാൻ ആയുർവേദത്തെ പ്രതിനിധീകരിക്കുന്നു. പിന്നെ ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിൽ, അതുപോലെ ഇന്റർനാഷണൽ ആണ്. ഇത്തവണ പാരീസിൽ നിന്നാണ് നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത്. 3-ാം തീയതി രാത്രി 9:30 എല്ലാവരും ജോയിൻ ചെയ്യണമെന്ന് അപേക്ഷയോടെ നിർത്തുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.